ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഒരു കറ്റാർ വാഴ അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇത് അലർജിക്കും ദഹനത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ്. കർക്കിടകത്തിൽ ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല, ഈ കറ്റാർ വാഴ അച്ചാറിടാനും വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കറ്റാർ വാഴ അച്ചാറിടാനായിട്ട് നമുക്ക് നല്ല തണ്ട് നോക്കി കട്ട് ചെയ്ത് എടുക്കാം. രണ്ടും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലിയും സൈഡിലുള്ള മുള്ളുമൊക്കെ കളഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അകത്തുള്ള ജെല്ല് മാത്രമാണ് അച്ചാറിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊലി ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ ഇത് മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് കുറച്ചുകൂടിയുണ്ട്, അതും കൂടി എടുത്ത് കളയാം. ഇതുപോലെ എല്ലാ തണ്ടും തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തൊലി കളയാൻ പാടാണെങ്കിൽ ഒരു വശത്തെ തൊലി നീക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് പോലെ ഇതേപോലെ എടുത്തിട്ടാലും മതി. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. ഇങ്ങനെ എടുക്കുന്നതാണ് വളരെ എളുപ്പം. ഇതുപോലെ സ്പൂൺ വെച്ച് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. എല്ലാം എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അതിലിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കയ്പും കറയുമൊക്കെ മാറിക്കിട്ടും. 1/4 സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കറയും കയ്പുമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് വെച്ചു. ഇതൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. വെള്ളം വാലാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചത്. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. വറുത്ത് പൊടിച്ച 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു വറ്റൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വാടി വന്നു. ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച കറ്റാർ വാഴ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റാം. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴാണിത് ഒന്ന് വെന്ത് കിട്ടുന്നത്. ഒരുപാട് സമയം വഴറ്റണ്ട, കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതിയാകും. ഈ കറ്റാർ വാഴ അച്ചാറ് ദഹനത്തിനും അലർജിക്കുമൊക്കെ നല്ലതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു അച്ചാറ് നല്ല ടേസ്റ്റാണ്. ഈ കർക്കിടകത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല, ജ്യൂസ് തയ്യാറാക്കാനും മാത്രമല്ല, അച്ചാറും നമുക്കിതിൽ തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ എന്താണ് ചേർക്കാനുള്ളത്? ഇതിലിപ്പോൾ പുളിപ്പില്ലല്ലോ. അതിനായിട്ട് നമുക്ക് 2 നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരിന് പകരം വിനാഗിരി ചേർത്താലും മതിയാകും. ഞാനിവിടെ നാരങ്ങ നീരാണ് ചേർത്തത്. അച്ചാർ തിളച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം കറ്റാർ വാഴയാണ് ഞാൻ എടുത്തത്. പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണിന് വേണ്ടി മതിയാകും. എന്നിട്ട് അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നാരങ്ങ നീരിൽ കിടന്ന് വെന്ത് കുറുകി വരുന്നുണ്ട്. ഈ ഒരു അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇതിന് എരിവും ഉപ്പും പുളിയുമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതാ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കർക്കിടകത്തിൽ. താങ്ക് യു.